എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ചെങ്ങ് അവന് കുറച്ചു മുന്നേ ബേനെ എക്സ്പെരിമെൻറ്റിന് വിധേയമാക്കിയിട്ട് അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ ചെങ്ങ് അവൻ്റെ റിപ്പോർട്ടിൽ എഴുതിയിട്ട് ഇവിടെ സാറിന് സബ്മിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവനൊരു കാര്യം ആലോചിക്കുന്നത്. കുറച്ചു മുന്നേ ഇവന് കൊടുത്ത ഒരു ക്വസ്റ്റ്യന്, അതായത് അവൾക്ക് എന്തെങ്കിലും ഒരു സീക്രട്ട് പറയാനുണ്ടായിരുന്നു എങ്കിൽ അത് ആരോടായിരിക്കും പറയുക എന്ന ആ ഒരു കൊടുത്ത ക്വസ്റ്റ്യനിൽ അവൾ ആൻസർ പറഞ്ഞിരുന്നത് അവൾക്ക് ആരോടും പറയാൻ താല്പര്യമില്ല എന്നായിരുന്നല്ലോ. എന്നിട്ട് അവൻ വിചാരിക്കുകയാണ് ചിലപ്പോൾ അതും അവൾ കള്ളം പറഞ്ഞതായിരുന്നെങ്കിലോ. എന്നിട്ട് അവളുടെ ആ ഒരു ഓപ്ഷൻ, അവളുടെ ഇത്രയും കാലത്തെ ആ ഒരു സ്വഭാവമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവൾ ചൂസ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷന് ഇവിടെ ആ ഒരു ക്ലബ് റൈറ്റർ തന്നെ ആയിരിക്കും എന്നും അവന് മനസ്സിൽ വിചാരിച്ചിട്ട് അതിൻ്റെ ആൻസറും എല്ലാം ഇങ്ങനെ നോക്കിയാണ്. എന്നിട്ട് ആ ഒരു കാര്യങ്ങളും കൂടെ അവൻ്റെ ആ ഒരു നോട്ടിൽ ഇങ്ങനെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് അവൻ മറിച്ച് ആ ഒരു പേജിൽ പണ്ട് എപ്പോഴോ ഇവന് ബേനെ വരച്ചിരുന്ന ആ ഒരു പേജാണ് കിട്ടിയത്. എന്നിട്ട് അവളെ പറ്റി അവൻ ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അവൻ എത്ര വേണ്ടെന്ന് ശ്രമിച്ചിട്ടും അവൻ്റെ മനസ്സിൽ അവളിങ്ങനെ കയറി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓർത്ത് അവസാനം അവൻ്റെ തന്നെ ആ ഒരു കോമിക്ക് പുതിയ സീസൺ 3 ഉണ്ടല്ലോ, അതിലോട്ട് ഒരു പുതിയ ഐഡിയ അവനക്ക് വരികയും അപ്പോൾ തന്നെ ആ ഒരു പേജിൽ അവൻ അത് വരയ്ക്കുകയും ചെയ്യുകയാണ്. എന്നാൽ അതേസമയം ഇവിടെ ബേ ആണെങ്കിലോ യുവിൻ്റെ കൂടെ അവൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവൻ്റെ കൂടെ ഇങ്ങനെ പോവുകയാണ് ആ ഒരു ലാബിലോട്ട്. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ബേ കുറച്ചു മുന്നേ ചെന്നൈ ഇവരോട് ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യനൊക്കെ ഇവിടെ യുവിനോട് ഇവളെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവനക്ക് ഈ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഏത് ഡ്രിങ്കാണ് കുടിക്കാൻ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ അവൻ ആൻസർ പറയുന്നത് ടീ ആണെന്നാ. അതിൽ ഇവൾ പറയുന്നത് നീ ടീ ആണ് പറഞ്ഞിരിക്കുന്നത്, അതിനർത്ഥം നീ ഇഷ്ടപ്പെടുന്ന ആ ഒരു പെൺകുട്ടി ഭയങ്കര ഫ്രീ മൈൻഡഡ് ആണ്, ഭയങ്കര എനർജറ്റിക് ആണ്, അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുകയാണ്. അത് കേട്ടതും ഇവിടെ യുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഒരു സ്പാർക്ക് വരികയാണ്. കാരണം യുവിൻ്റെ മനസ്സിലിരിക്കുന്ന ആ ഒരു പെൺകുട്ടി അത് സാക്ഷാൽ ഈ മുന്നിൽ നിൽക്കുന്ന ബേ തന്നെയാണല്ലോ. അവളോട് നല്ല സാമ്യമുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം. എന്നിട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവർക്കൊരു നോട്ടിഫിക്കേഷൻ വരുന്നത്. ആ ഒരു ബ്ലാക്കിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ അവന് പുതിയൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അതായത് അവൻ ഇപ്പോൾ വരച്ചുകൊണ്ടിരുന്ന ആ ഒരു പിക്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സീസൺ 3 പുതിയൊരു അപ്ഡേറ്റ്. എന്നാൽ അവൻ ആ വരച്ച ആ ഒരു പിക്ചർ ഇവിടെ ഈ ഒരു സമയത്ത് വന്നതുകൊണ്ട് തന്നെ ബേ ആകെ കൺഫ്യൂസ്ഡ് ആവുകയാണ്. കാരണം അവളുടെ മനസ്സിൽ വിചാരിച്ചിരുന്ന ആ ഒരു ബ്ലാക്ക് ഇതാ ഇപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുകയാണല്ലോ, പിന്നെ എങ്ങനെ ഈ ഒരു പിക്ചർ ഇപ്പോൾ വരാൻ ചാൻസ്? പിന്നെ അത് മാത്രവുമല്ല, അവൻ ആ ഒരു വരച്ച പിക്ചറിൽ ആ ഒരു കയ്യിൽ ചെറിയൊരു കറുത്ത പുള്ളിയുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ അവളിങ്ങനെ ആകെ കൺഫ്യൂസായിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണ് ഇവന് പെട്ടെന്ന് തന്നെ ഇവളുടെ ഈ ഒരു ആലോചന ബ്രേക്ക് ചെയ്തുകൊണ്ട് വാ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ട, വേഗം വാ ലാബിലോട്ട് പോകാമെന്നും പറഞ്ഞു കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇവിടെ ബ്ലാക്കിൻ്റെ കൂടെയാണ് അവൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നൊരു സന്തോഷത്തോടെ അവൾ ഇരിക്കുകയാണ്. എന്നാൽ അവളുടെ ആ ഒരു സന്തോഷം മാറ്റിമറിച്ചുകൊണ്ട് അങ്ങോട്ട് കുറേ പിള്ളേർ വരുന്നുണ്ട്. അപ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത് അവൾ മാത്രമല്ല ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ ഒരുപാട് പേരും കൂട്ടിയിട്ടുള്ള ഒന്നിച്ച് എക്സ്പെരിമെൻ്റ് ആണെന്ന്. എന്നിട്ട് എല്ലാവരും അവളുടെ കൂടെ വന്നിരിക്കുന്നു. എന്നിട്ട് എല്ലാവർക്കും അവന് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തു. എന്നാൽ ഇവൾ ഇങ്ങനെ ഒരു വിഷമത്തിൽ നിൽക്കുമ്പോൾ എന്നിട്ട് ഇവനോട് ഇങ്ങനെ സീക്രട്ടായിട്ട് ചോദിക്കുകയാണ്, ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന്. അതിൽ അവന് പറയുന്നത് ഞാൻ കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ട് എനിക്ക് ഈ ഒരു ആൻസർ കിട്ടണം, അപ്പോൾ ഒരു സർവേ മോഡാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ ഇവളിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ എന്താണ് പ്രശ്നം, എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ആദ്യം ഇല്ലെന്നൊക്കെ പറയും. പിന്നെ പറയും ഞാൻ കുറച്ച് മുന്നേ ചെങ്ങിൻ്റെ കൂടെ അങ്ങനെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത സമയത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നു. ഏതായാലും അവൾ എങ്ങനെയാണെങ്കിലും ഓക്കെയാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ, ബ്ലാക്കിൻ്റെ കൂടെയാണെന്നും വിചാരിച്ചിരിക്കുകയാണല്ലോ അവൾ. അങ്ങനെ പിന്നെ അവരുടെ ആ ഒരു എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ടായി. ഈ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, എല്ലാവരും നല്ല സിൻസിയർ ആയിട്ടുള്ള ആൻസർ തരാൻ ശ്രമിക്കണം, ഇങ്ങനെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞവർക്ക് ഞാൻ നല്ലൊരു റിവാർഡും കൂടി തരുന്നതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതോടുകൂടി എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ ആ ഒരു എക്സ്പെരിമെൻറ്റ് നടക്കുകയാണ്. തുടക്കത്തിൽ നല്ലൊരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും പിന്നീട് ഇവളെ ഒരു ഇമോഷൻസ് ട്രിഗർ ചെയ്യുന്ന പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഒരു ക്വസ്റ്റ്യൻ അവളെ വല്ലാതെ അവളുടെ പഴയ ഓർമ്മകളെല്ലാം കൂടെ ഇടുന്ന അലട്ടുകയാണ്. അവൾക്ക് അവളുടെ ഒരു ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവളുടെ ഓർമ്മകളിലോട്ടും അവൾക്ക് ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളിലോട്ടും നടന്നുപോയ എല്ലാ സംഭവങ്ങളിലോട്ടും അവളെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ചെറുപ്പത്തിൽ അവളുടെ ഈ ഒരു കള്ളത്തരമെല്ലാം അവളുടെ ഫ്രണ്ട്സ് പിടിച്ച ഒരു സമയത്ത് അവളെല്ലാവരും കൂടി കള്ളി എന്നൊക്കെ പറഞ്ഞ് ഒറ്റപ്പെടുത്തി അവളെ ഭയങ്കരമായിട്ട് ആക്ഷേപിച്ചിരുന്നു. ആ ഒരു സമയവും എല്ലാം ഓർത്ത് അവൾ ആകെ വയ്യായികയാകുകയാണ്. തല കറങ്ങുന്നത് പോലെ വീഴാൻ പോകുന്നത് പോലെ അവൾ ഭയങ്കര അസ്വസ്ഥയായിട്ട് അങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്താണ് ഒരു രക്ഷകനെ പോലെ ചെങ്ങ അങ്ങോട്ട് വരുന്നു. പെട്ടെന്ന് ഇവളുടെ കൈയും വലിച്ചുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയാണ്. എന്നാൽ ഇവളെ ഇങ്ങനെ വലിച്ച് പെട്ടെന്ന് കൊണ്ടുപോകുന്നത് കണ്ടിട്ട് ഇവിടെ യുവൊക്കെ ആകെ സ്റ്റക്കായിക്കൊണ്ടിരിക്കുകയാണ്. അവൻക്ക് എന്താണെന്നൊന്നും മനസ്സിലായില്ല. എന്നാൽ പുറത്തെത്തിയ ബേ ഇവനോട് താങ്ക്സ് പറയുകയാണ്. അതിൽ ഇവന് ചോദിക്കും ഇപ്പോൾ നീ ഓക്കെ ആയോ എന്ന്. എന്നാൽ ഇവൾ അതിന് മറുപടി പറയാൻ ശ്രമിക്കും. പക്ഷെ പെട്ടെന്ന് ചിന്തിക്കും, നിനക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ ആകെ വയ്യാതിരിക്കുകയായിരുന്നു എന്ന്.
അതിൽ ഇവന് പറയുന്നത് ഞാൻ ആ ഒരു ലാബിലോട്ട് വേറൊരു കാര്യത്തിന് വേണ്ടി വന്നതായിരുന്നു, അപ്പോൾ നീ ഇങ്ങനെ വയ്യാതിരിക്കുന്നത് കണ്ടു എന്ന് പറയുന്നു. എന്നിട്ട് പിന്നെ ഇവർ പറയുന്നത് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഇമോഷൻസ് ഒക്കെ വരുന്നത് അത് സർവ്വസാധാരണയാണ്, അപ്പോൾ നീ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ട് അതിന് ആൻസർ കണ്ടുപിടിക്കണമെന്നൊന്നുമില്ല, നീ അത്യാവശ്യം നന്നായിട്ട് അതൊന്ന് റിലാക്സ് ചെയ്തിട്ട് കുറച്ച് സമയമൊക്കെ എടുത്ത് ചെയ്താൽ മതി. പിന്നെ അവന് യുവിനെ ഒരുപാട് കുറ്റം പറയുകയാണ്. കാരണം ഇങ്ങനെ ഒരു കുട്ടിക്ക് വയ്യാതിരിക്കുന്നത് അവൻ ശ്രദ്ധിക്കണമായിരുന്നു, അവൻ നിന്നെ പ്രത്യേകം കെയർ ചെയ്യണമായിരുന്നു, അത് അവൻ്റെ ഫോൾട്ടാണ് എന്നൊക്കെ ഇങ്ങനെ അവനെ കുറ്റം പറയുമ്പോൾ ഇവിടെ ബേക്ക് എന്തോ അതങ്ങോട്ട് തീരെ പറ്റുന്നില്ല. കാരണം ബ്ലാക്ക് അല്ലേ, അവനിങ്ങനെ കുറ്റം പറയുന്നത് എങ്ങനെ ഇവൾക്ക് സഹിക്കും? എന്നിട്ട് പിന്നെ ഇവൾ പെട്ടെന്ന് തന്നെ അത് അവൻ്റെ പ്രശ്നമല്ല, ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഇടയിൽ എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കാനായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ന്യായീകരിക്കാൻ തുടങ്ങുമ്പോൾ ഇവിടെ ചെങ്ങിന് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ചെങ്ങ് പറയും നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, നീ എപ്പോഴും ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് കോർണറാണ്, ആ നിൻ്റെ ഒരു ഇമോഷണലൊക്കെ വെച്ചിട്ട് ബാക്കിയുള്ളവർ കളിക്കുന്നതൊന്നും നീ അറിയണ്ട എന്നൊക്കെ എന്തൊക്കെയോ വഴക്കൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ അവിടുന്ന് പോകും. എന്നാൽ എന്തിനാണെന്ന് പോലും ഇവൾക്ക് മനസ്സിലായില്ല. ഇവൾ പറയും നിനക്ക് എന്നോട് സംസാരിക്കേണ്ടതിൽ എനിക്ക് നിന്നോട് സംസാരിക്കേണ്ട, എനിക്കെന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അവളും അവിടെ നിന്ന് പിണങ്ങി പോവുകയാണ്. എന്നാൽ അന്ന് രാത്രി അതെല്ലാം ഇവിടെ ലിന്നിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൾക്ക് വയ്യാതായതും ഇവിടെ ചെങ്ങ് വന്നിട്ട് അവളെ കൊണ്ടുപോയതും എല്ലാം. എന്നാൽ ലിന്നാണെങ്കിലോ ബാക്കി എന്തൊക്കെ അവൾ പറഞ്ഞിട്ടും ഒരു പ്രശ്നവുമില്ല. പക്ഷേ ചെന്നി ഇവളെ ഇങ്ങനെ കൊണ്ടുപോയതിലാണ് അവൾ ആകെ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുന്നത്. അവന് എങ്ങനെയാണ് നിന്നെ വന്ന് കൊണ്ടുപോയത് എന്നിട്ട് അവൾ തന്നെ ഒരു ഡെമോ കാണിക്കുകയാണ്. അതായത് പെട്ടെന്ന് തന്നെ അവന് കയറി വന്നിട്ട് ഡോർ അങ്ങോട്ട് തല്ലി തുറന്നിട്ട് നിനക്ക് വയ്യേ നീ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവൾ ഇങ്ങനെ അങ്ങനെയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് തിരുത്തുന്നുമുണ്ട്. പിന്നെ ലിന്നെ അവൾ ഭയങ്കര സീക്രട്ടായിട്ട് ഭയങ്കര ഇമോഷണലായിട്ട് ചോദിക്കുകയാണ് നിനക്ക് അവനോട് വല്ല ക്രഷും ഉണ്ടോ എന്ന്. അത് കേട്ടതും ഇവൾ ആകെ ഞെട്ടിപ്പോയി. ക്രഷോ എനിക്കോ അവനോട് ഒരിക്കലുമില്ല, കാരണം അവനെ എങ്ങനെ ആളുകൾ ഇഷ്ടപ്പെടുക, അവന് എന്നോടൊരു നല്ല രീതിക്ക് പോലും സംസാരിക്കില്ല, ഇനി അഥവാ സംസാരിക്കാൻ തുടങ്ങിയാലും അടുത്ത സെക്കൻഡിൽ അവന് എന്തൊക്കെയോ എന്നോട് ദേഷ്യം കാണിച്ചു പോവുകയാണ്, പിന്നെ എങ്ങനെ ഞാൻ അവനെ ഇഷ്ടം തോന്നുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. എന്നാൽ ഇവൾ പറയും എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിനക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ആ ഒരു ഇഷ്ടം നീ നിന്നോട് തന്നെ പറഞ്ഞിട്ടില്ല, നീ എന്നെ അറിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം, എന്നാൽ അവനക്കും അതേ ഇഷ്ടം നിന്നോടുണ്ട് എന്നും ഇങ്ങനെ പറയുന്നു. എന്നാൽ ഇവൾക്ക് അതെന്തോ അങ്ങോട്ട് മനസ്സിൽ കൊണ്ടതുപോലെ, പക്ഷേ ഈ പറയുന്നതൊന്നും അവൾക്ക് ഒരിക്കലും അങ്ങോട്ട് മാച്ച് ആക്കാനും പറ്റുന്നില്ല. കാരണം അവൻ്റെ സ്വഭാവം നന്നായിട്ട് തന്നെ ഇവൾക്ക് അറിയാലോ. എന്നിട്ട് പിന്നെ നീ അധികം ഒന്നും പറയണ്ട, നീ എന്നോട് ഇതൊന്നും പറയേ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ വായ എങ്ങനെ പൊത്തി പിടിക്കുന്നുണ്ട്. അവൻ്റെ പിന്നാലെ കൂടി ഇരിക്കുന്നത് ഇവിടെ സിയോ ആണ്. സിയോ ഇതുപോലെ അവൻ്റെ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കും ഞാൻ അറിഞ്ഞല്ലോ ബേൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് നീ അവളെയും കൊണ്ട് പോയി, അതും അവളുമായിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുന്ന ആ ഒരു സമയത്ത് എന്നും ഇങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇവിടെ ചെങ്ങ് ഭയങ്കര സിൻസിയറായിട്ട് അത് പറയാൻ പോവുകയാണ്. കാരണം അവൾക്ക് എന്തോ വയ്യായ്ക തോന്നി, ഞാനാണെങ്കിൽ ആ ഒരു വഴി അങ്ങോട്ട് വന്ന ആ ഒരു സമയത്താണ് ഇങ്ങനെ കണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സിറ്റുവേഷൻ ക്ലിയർ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഇവിടെ അവനിങ്ങനെ കൊണ്ടുപോയി എന്ന് അറിഞ്ഞതിൽ ഇവിടെ സിയോ അവനെ കളിയാക്കാൻ തുടങ്ങുന്നു. എന്നിട്ട് അവനിങ്ങനെ കളിയാക്കി ചിരിച്ചുകൊണ്ടൊക്കെ ചോദിക്കും ശരിക്കും പറ നിനക്ക് അവളോട് ക്രഷ് ഇല്ലേ എന്ന്. എന്നിട്ട് സിയോ പറയുന്നത് അവളുടെ പിന്നാലെ കൂടിയിട്ടുണ്ടെന്നാണ് എനിക്കൊരു സംശയം, പക്ഷേ നീയും ഒട്ടും വിഷമിക്കണ്ട, നീയും അവളുടെ തൊട്ട് പിന്നാലെ തന്നെയുണ്ട്, നീ അവനെ അങ്ങോട്ട് ഓവർടേക്ക് ചെയ്തിട്ട് അവളെ എടുത്തോട്ട് പോകണം, അതാണ് നിനക്കുള്ള ടാസ്ക് എന്നും അവന് പറയുന്നു. എന്നാൽ ഇവന് പറയും എനിക്ക് അവളോട് ഒരു ഇഷ്ടവുമില്ല, അവൾ എൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ സബ്ജക്റ്റ് അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ സിയോ പറയും അതൊന്നുമല്ല, അല്ലാതെ തന്നെ എന്തോ ഒരു ഫീലിങ്സ് ഉണ്ട്, ഏതായാലും അവന് ഗുഡ് ലക്ക് ഒക്കെ വിഷ് ചെയ്തുകൊണ്ട് അവിടെ നിന്നും വേഗം പോവുകയാണ്. എന്നാൽ ചെങ്ങ് കുറച്ച് നേരം അതും ആലോചിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. ശരിക്കും അവനക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടോ ഇല്ലയോ എന്ന് അവനക്കും ശരിക്കും മനസ്സിലായിട്ടില്ലല്ലോ. പിന്നെ ഇവന് നേരെ അവൻ്റെ ആ ഒരു കോമിക് ക്ലബിൻ്റെ ആ ഒരു ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അയക്കുകയാണ്. കാരണം ഇവരുടെ കോമിക് ക്ലബ്ബ് ഇപ്പോൾ 10 മെമ്പർ ആയി കഴിഞ്ഞതിന് ശേഷം ഒന്ന് ആക്റ്റീവ് ആയതാണല്ലോ. അപ്പോൾ ഇനി അവരുടെ ആദ്യത്തെ മീറ്റിംഗ് നാളെ രാവിലെ 10 മണിക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ആ ഒരു സമയത്ത് അവിടെ എത്തണം എന്നും അവന് അറിയിച്ചുകൊണ്ട് ഒരു മെസ്സേജ്. എന്നാൽ ഉറങ്ങാൻ കിടക്കുന്ന ചെങ്ങിൻ്റെ മനസ്സിലാണെങ്കിലോ അപ്പോഴും കുറച്ചു മുന്നേ സിയോ പറഞ്ഞ ഒരു കാര്യങ്ങൾ, അവളോടുള്ള ക്രഷ്, അവളുടെ പിന്നാലെ കൂടിയിട്ടുണ്ട് എന്ന ഒരു കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഹോണ്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഉറക്കമൊന്നും വരുന്നില്ല. എന്നാൽ ബേയുടെ അവസ്ഥയും ഏകദേശം അതേപോലെ തന്നെ. ബേൻ്റെ കാര്യങ്ങളെല്ലാം ഹോണ്ട് ചെയ്യുന്നത് കുറച്ചു മുന്നേ ലിന് പറഞ്ഞ കാര്യങ്ങൾ. എന്നിട്ട് അവൾക്ക് ശരിക്കും അവനോട് ഇഷ്ടമുണ്ടോ, അവൾ ചുമ്മാ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ തന്നെ ഇങ്ങനെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. എത്ര ശ്രമിച്ചിട്ടും ആ ഒരു ചിന്തകളൊന്നും മനസ്സിൽ നിന്ന് പോകുന്നുമില്ല, മാത്രമല്ല ഉറക്കം വരുന്നില്ല. ഇനി അടുത്ത ദിവസം കാണിക്കുന്നത് ആ ഒരു മീറ്റിംഗ് ആണ്. മീറ്റിങ്ങിൽ എല്ലാവരും അവരുടെ ആ ഒരു മെമ്പേഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. പക്ഷെ അവരിപ്പോൾ ഭയങ്കര വിഷമത്തിലാണ്. അവരുടെ ഒരു ക്ലബ്ബ് ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിലും അവർക്ക് തക്കതായിട്ടുള്ള ഒരു സ്പോൺസർഷിപ്പോ ഒരു ഫണ്ടിങ്ങോ ഒന്നും കിട്ടിയിട്ടില്ല. ഉള്ളത് ഓൾറെഡി അത് പോയല്ലോ. പിന്നെ പുതിയ ഒരു ടീമിനെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവർ ഫിനാൻഷ്യലി ഭയങ്കര വീക്കാണ്. ഇവർക്ക് പുതിയ ഒരു ആക്ടിവിറ്റി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്നിട്ട് ആ ഒരു വിഷമങ്ങളെല്ലാം പറയുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇവിടെ സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ ചെങ്ങ് ഒരു കാര്യം പറയുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് ഒരു ഇൻഡോ യൂണിവേഴ്സിറ്റി എല്ലാവരും
എല്ലാവരും കൂടി ഒരു കോമിക് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചെങ്ങ് മത്സരിക്കുന്നു. അപ്പോൾ അതിൽ ഭാഗ്യമുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടുകയാണെങ്കിൽ ക്യാഷ് പ്രൈസ് ആണ് അതിൻ്റെ റിവാർഡായിട്ട് കിട്ടുന്നത്. അത് കിട്ടിയാൽ നമ്മുടെ ഒരു ക്ലബിന് ഭയങ്കര ഉപകാരമായിരിക്കും. പിന്നെ അത് മാത്രവുമല്ല, ഞാനതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് നല്ല കമ്പനികളെ എല്ലാം പരിചയപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ നമുക്ക് സ്പോൺസർഷിപ്പ് തരാനും ചാൻസ് ഉണ്ട് എന്നൊക്കെ ആ ഒരു നല്ല വാർത്തകളൊക്കെ ഇവിടെ ചെങ്ങ് പറയുമ്പോൾ ബാക്കി എല്ലാവർക്കും ഒരു പ്രതീക്ഷയുള്ളതുപോലെ ആ ഒരു പരിപാടിക്ക് മത്സരിക്കണം എന്ന് പറയുന്നു. പക്ഷെ എന്തെങ്കിലുമൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇവർ കാര്യം ചെയ്യണം, ഒരു സ്പെഷ്യലായിട്ട്. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ആ ഒരു ഇൻ്റർ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷനിൽ ഒരു യൂണിവേഴ്സിറ്റിക്ക് എപ്പോഴും അവർ ഭയങ്കര സ്മാർട്ടാണ്. അവർക്കാണെങ്കിൽ എപ്പോഴും പ്രൈസ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ ബീറ്റ് ചെയ്തുകൊണ്ട് ഇവർക്ക് മുന്നേറണമെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് ചെയ്തേ പറ്റൂ. അതിൽ ഓരോരുത്തരും അവരവരുടെ ഐഡിയകൾ ഇങ്ങനെ പറയുന്നുണ്ട്. സിഒ പറയുന്നത് അവർ ഈ ഒരു കോമ്പറ്റീഷനിൽ വരുമ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ ഡ്രസ്സും കോസ്റ്റ്യൂമും എല്ലാം ഇടുക, അതാകുമ്പോൾ ഒരു സ്പെഷ്യൽ ഒരു വെറൈറ്റി ആയിരിക്കും എന്ന് പറയുമ്പോൾ, എന്നാൽ ഈ ഒരു ട്രഡീഷണലോട് ഭയങ്കര താല്പര്യമുള്ള നമ്മുടെ ലിന്നിന് അത് ഭയങ്കര സന്തോഷമാകും. പക്ഷെ ചെങ്ങ് പറയും അത് ഓൾറെഡി നമ്മുടെ മുന്നേ ഉള്ള ടീമൊക്കെ ചെയ്തതാണ്, അതൊരു പ്രത്യേകതയുള്ള കാര്യമല്ല എന്ന് പറയുന്നു. പിന്നെ അങ്ങനെ ഓരോരുത്തരും ഓരോ ഐഡിയകൾ ഇങ്ങനെ പറയുന്നു. അവസാനം ഇവിടെ ഒരു ടീം പറയും, എന്നാൽ നമുക്ക് ബ്ലാക്കിനെ കൊണ്ടുവന്നാലോ. അത് കേട്ടതും ഇവിടെ ബേയും ചെങ്ങും പെട്ടെന്ന് തന്നെ ഞെട്ടിക്കൊണ്ട് ഒരുമിച്ച് ഒരേ സ്വരത്തിൽ നോ എന്ന് പറയും. ഇവർ ബേനോട് അത് പ്രത്യേകിച്ച് പറയാനുണ്ടായ കാരണം ബേ അവൻ്റെ അസിസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ അവൾ ഇടപെട്ട് അവനെ കൊണ്ടുവരണം എന്നായിരുന്നു ഇവരുടെ ആ ഒരു ആഗ്രഹവും പ്രതീക്ഷയും. എന്നാൽ അതിൽ ബേയും ചെങ്ങും നോ എന്ന് പറഞ്ഞതോടുകൂടി ആ ഒരു പ്രതീക്ഷയും അടഞ്ഞു. എന്നാൽ ലിൻ ഇവനോട് പറയുന്നുണ്ട്, അവളുടെ കാര്യമല്ലേ, അത് നീ എന്തിനിങ്ങനെ ഇടപെട്ട് സംസാരിക്കുന്നതെന്ന്. അതിൽ ചെങ്ങ് പറയും, ബ്ലാക്കിന് അവൻ്റെ മുഖം ഇപ്പോൾ റിവീൽ ചെയ്യാൻ താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ അതൊരിക്കലും സാധിക്കപ്പെടുന്ന കാര്യമല്ല എന്ന് പറയുന്നു. എന്നാൽ ഇവൻ്റെ ഒരു മറുപടിയോട് ബേയും പെട്ടെന്ന് യോജിച്ചുകൊണ്ട് അതെ, അവൻ ഇപ്പോൾ വരില്ല, അവൻ്റെ മുഖം റിവീൽ ചെയ്യില്ല എന്നും അവൻ്റെ കൂടി പറയുകയാണ്. അതിൽ പിന്നെ അവർക്ക് വീണ്ടും ഭയങ്കര വിഷമം. ഇവിടെ ലിന്നെ അവൾ ഒരു അഭിപ്രായം പറയുന്നത്, ബ്ലാക്കിനല്ലേ വരാൻ പറ്റാത്തതുള്ളൂ, നമുക്ക് അവൻ്റെ കുറച്ച് വർക്ക്സ് ഇവിടെ റിവീൽ ചെയ്താലോ. അതായത് അവരുടെ സീസൺ 3 ബാധിക്കുന്ന ഒന്നുമല്ല, പഴയ ഏതെങ്കിലും ഒരു വർക്ക്സ് അവന് റഫായിട്ട് ചെയ്തതോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് അവന് നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ഈ ഒരു ക്ലബിൻ്റെ ഭയങ്കര ഭാഗമാണ് എന്ന് കാണിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കാണിച്ചാലോ പബ്ലിഷ് ചെയ്താലോ എന്ന് ഇവൾ ഒരു ഐഡിയ പറയുമ്പോൾ അത് കേട്ടതും എല്ലാവർക്കും ഭയങ്കര ഒരു ആഗ്രഹം. അത് തന്നെയാണ് ഉചിതമായ തീരുമാനം. അതാകുമ്പോൾ നമുക്ക് അവൻ്റെ മുഖം റിവീൽ ചെയ്യുന്നുമില്ല, നമ്മുടെ പ്രശ്നം പരിഹാരമാകുകയും ചെയ്യും എന്ന് പറയുന്നു. എന്നാൽ അപ്പോഴും ഇവിടെ ചെങ്ങ് അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവിടെ ബേ പെട്ടെന്ന് പറയുന്നത്, അത് ഞാൻ നോക്കാം, ഞാൻ ശ്രമിക്കാമെന്ന്. എന്നാൽ ഇവളുടെ ഒരു മറുപടി കേട്ടിട്ട് ചെങ്ങ് ആകെ ഞെട്ടിപ്പോയി, ഇവൾക്കിത് എങ്ങനെ എന്ന രീതിയിൽ. എന്നാൽ ഇവൾ ശ്രമിക്കാമെന്ന് പറഞ്ഞതും ബാക്കിയുള്ളവർക്കും എല്ലാം ഭയങ്കര സന്തോഷം. കാരണം ശ്രമിക്കാമെന്ന് പറഞ്ഞാൽ ഏകദേശം അത് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നതാണല്ലോ. അവർ ഭയങ്കര ഹാപ്പി. എന്നാൽ ചെങ്ങ് ഇവിടെ ബേനോട് ചോദിക്കും, നിനക്ക് ശരിക്കും ഉറപ്പുണ്ടോ അത് കിട്ടുമെന്ന്. അതിൽ ഇവൾ ഭയങ്കര കോൺഫിഡൻസോടെ ശ്രമിക്കാൻ ഞാൻ എന്തായാലും കൊണ്ടുവരാം എന്ന് പറയുന്നു. എന്നിട്ട് ഇവൾ പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കാനുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് പുറത്തു പോകുന്ന ആ ഒരു സമയത്ത് ചെങ്ങ് പിന്നാലെ പോയിട്ട് ശരിക്കും നിനക്ക് കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയും, എനിക്ക് കിട്ടും, ഞാൻ പറഞ്ഞില്ലേ, നീ ഒന്ന് ക്ഷമിക്ക്, നീ എൻ്റെ കാര്യങ്ങളിൽ ഇങ്ങനെ ഇടപെട്ട് എന്നെ കോൺസെൻട്രേഷൻ കളയല്ലേ എന്ന് ഇങ്ങോട്ട് വഴക്ക് പറഞ്ഞുകൊണ്ട് അവൾ വേഗം പോവുകയാണ്. എന്നാൽ പോകുന്നതിൻ്റെ ഇടയിൽ അവൾ യുവിന് കോൾ ചെയ്തിട്ട് അവളുടെ കൂടെ ഫുഡ് കഴിക്കാൻ വരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം ഇവിടെ ചെങ്ങ് നോക്കി നിൽക്കുന്നുണ്ട്. ചെങ്ങിന് ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഇനി ആ ഒരു ഫുഡ് കഴിക്കലാണ് ഇവിടെ കാണിക്കുന്നത്. യു ഓൾറെഡി ഇവിടെ എത്തിയിട്ട് ഒരുപാട് ഫുഡൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്ത് നിൽക്കുന്ന ആ ഒരു സമയത്താണ് ബേ ഓടി വരുന്നത്. ബേ പെട്ടെന്ന് തന്നെ ഇവനോട് ഒരുപാട് സോറി പറയുകയാണ്, കാരണം അവൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്. എന്നാൽ യു പറയുന്നത്, ഞാൻ നിന്നോടാണ് സോറി പറയേണ്ടത്, കാരണം എൻ്റെ ആ ഒരു എക്സ്പെരിമെൻ്റ് കൊണ്ട് എനിക്ക് തീരെ വയ്യാതായി, ഞാൻ പിന്നെയാണ് ആ ഒരു കാര്യങ്ങളെല്ലാം മാറിഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളോട് ഇങ്ങോട്ട് സോറി പറയുകയാണ്. എന്നാൽ ആ ഒരു ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിലെല്ലാം ഇവളെ നന്നായിട്ട് ഇങ്ങനെ കെയർ ചെയ്യുന്നുണ്ട്. അതിൽ ഇവൾ പറയുന്നുണ്ട്, നിങ്ങൾ നല്ലൊരു പയ്യനാണ് എന്നിങ്ങനെ അവനിങ്ങനെ പൊക്കി പറയുന്നുമുണ്ട്. എന്നാൽ അതിൽ ഇവന് പറയുന്നത്, എനിക്ക് ഒരുപാട് ഗേൾസ് ഇങ്ങനെ കുറേ കസിൻസ് ഉണ്ട്, അപ്പോൾ അവരെ എല്ലാവരുടെയും മൂത്ത ബ്രദറാണ് ഞാൻ, അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ കെയർ ചെയ്തിട്ട് എനിക്ക് നല്ല ശീലമുണ്ട് എന്ന് പറയുന്നു. അതിൽ ഇവൾ പറയുന്നുണ്ട്, അവരെല്ലാവരും ഭയങ്കര ലെക്കാണ്, അങ്ങനെയൊക്കെ ഇങ്ങനെ ഇവനിങ്ങനെ പൊക്കി അടിക്കുന്നുമുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവിടെ ഈ ഒരു യു ചോദിക്കുകയാണേ, ഇവൾ ആക്ച്വലി ഒരുപാട് ദൂരെ ഒരു നാട്ടിൽ നിന്നാണ് ഈ ഒരു നാട്ടിലോട്ട് വന്ന് പഠിക്കുന്നത്, അപ്പോൾ ഈ ഒരു നാടൊക്കെ എക്സ്പ്ലോർ ചെയ്തോ എന്ന് യു ചോദിക്കുകയാണ്. അതായത് അവൻ്റെ നാട് തന്നെയാണ് ഇത്. അതിൽ ബേ പറയുന്നത്, അവൾ കാര്യപ്പെട്ട ഒരു സ്ഥലത്തും പോയിട്ടില്ല, അവൾ ഈ കോളേജും അതിൻ്റെ ചുറ്റുപാടും മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നിങ്ങനെ ഒരു ഫോർമലായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ യു പെട്ടെന്ന് അവളോട് ചോദിക്കുകയാണ്, ഇവിടെ അടുത്ത് ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു അമ്യൂസ്മെൻറ്റ്
അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട്, നമ്മൾ രണ്ടുപേരും അങ്ങോട്ട് പോയാലോ ഒരു ദിവസം ഫ്രീ ഉള്ള ദിവസം എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ബേ പെട്ടെന്ന് തന്നെ ഒന്ന് ഞെട്ടിയിട്ട് നമ്മൾ രണ്ടുപേരും മാത്രമാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അതെ എന്ന് പറയും. അതിൽ ഇവൾ ഭയങ്കര സന്തോഷമാകും. കാരണം ബ്ലാക്കിൻ്റെ കൂടെ ഒരു ദിവസം അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അവനോട് അപ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തോടെ യെസ് എന്ന് പറയുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് ഇവൾ ഈ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന ഇവനെ ക്ഷണിച്ച ആ ഒരു കാര്യത്തിലോട്ട് വരുന്നത്. എന്നിട്ട് ഇവനോട് ഭയങ്കര സീക്രട്ടായിട്ട് ചോദിക്കുകയാണ്, എനിക്കൊരു സഹായം ചെയ്യോ, ഞങ്ങളുടെ ക്ലബ്ബ് ഇപ്പോൾ വീണ്ടും ആകെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. അപ്പോൾ അതിൽ നിന്നൊന്ന് കര കയറാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു പുതിയൊരു പ്ലാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് എന്നെ സഹായിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ ആവശ്യം പറയുകയാണ്. അതായത് ഇവൻ്റെ വർക്കിൻ്റെ ഏതെങ്കിലും കുറച്ച് ഭാഗങ്ങൾ ഇവർക്ക് കൊടുക്കോ, ഇവരുടെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. അത് കേട്ടതും ഇവൻ ആകെ ഞെട്ടിപ്പോയി. എന്നിട്ട് ഇവളോട് പലതവണ ഇവൻ പറഞ്ഞിട്ടുണ്ട് ഇവൻ ബ്ലാക്ക് അല്ല എന്ന്. എന്നിട്ട് വീണ്ടും അത് പറയാൻ തുടങ്ങും. പക്ഷെ ഒന്ന് സ്റ്റക്കായിക്കൊണ്ട് ഇവളെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. എന്നാൽ ബേ വിചാരിക്കുന്നത് ഇവൻക്ക് അത് തരാൻ താല്പര്യമില്ല, പക്ഷെ തന്നോടത് പറയാൻ മടിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നും വിചാരിച്ചുകൊണ്ട് അവൾ പറയും ഓക്കെ എന്നാൽ വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചതാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വിഷയം മാറ്റുന്ന ആ ഒരു സമയത്താണ് ഇവിടെ പറയുന്നത് ഓക്കെ ഞാൻ ശ്രമിക്കാം, ഞാൻ തരാമെന്ന്. അത് കേട്ടതും ബേക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. കാരണം കുറച്ച് മുന്നേ അവൾക്ക് അത് സാധിക്കുമോ എന്ന് വിചാരിച്ച് ആകെ സംശയിച്ച ഒരു കാര്യം ഇവിടെ നിഷ്പ്രയാസം സാധിക്കാൻ പോവുകയാണ് എന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം, ഭയങ്കര ആശ്വാസവും. എന്നിട്ട് ഇവനിങ്ങനെ ആലോചിച്ചിരിക്കുന്നുമുണ്ട്. എന്നാൽ അവന് നേരെ അത് കൊടുക്കാനുണ്ടാക്കുന്ന ആ ഒരു വഴി എന്താണെന്ന് വെച്ചാൽ നേരെ അവൻ്റെ സിസ്റ്ററിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സിസ്റ്ററാണല്ലോ ഇവൻ്റെ ഈ ഒരു വർക്കെല്ലാം പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്ററിനെ മുട്ടിയാൽ എന്തെങ്കിലും ഒന്ന് കിട്ടാതിരിക്കില്ല, ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് സിസ്റ്ററിനെ കാണാൻ വേണ്ടി വരും. എന്നാൽ സിസ്റ്റർ ആണെങ്കിലും പതിവില്ലാതെ ഇവനിങ്ങനെ വന്നപ്പോൾ തന്നെ എന്തോ ഒരു സഹായത്തിനാണെന്ന് അവൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ വിചാരിക്കുന്നു. എന്നിട്ട് കാര്യം ചോദിക്കും. അവസാനം പറയുകയാണ് അവനക്ക് ഈ ഒരു ബ്ലാക്കിൻ്റെ കുറച്ച് പേജ് കിട്ടണമെന്ന്. എന്നിട്ട് ഇവളെ കൺവിൻസ് ചെയ്യുന്നത് ആ ഒരു കോമിക് ക്ലബിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും എല്ലാം വെച്ചിട്ടാണ്. എന്നാൽ സിസ്റ്ററിന് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലായി. സിസ്റ്റർ ഒന്ന് ഇവനെ ആക്കിക്കൊണ്ട് ചോദിക്കും, ശരിക്കും പറഞ്ഞാൽ നീ ഒരു കോമിക് ക്ലബിന് വേണ്ടിയിട്ട് മാത്രമാണോ അതോ നിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള വേറെ വല്ല കാര്യത്തിനുമാണോ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും ഇവൻ ഒന്നുകൂടെ ഞെട്ടി. അതിൽ പിന്നെ ഇവൾക്ക് മനസ്സിലായി എന്തോ പേഴ്സണൽ ആയിട്ടാണെന്ന്. അതിൽ ഇവൾ അടുത്തത് ചോദിക്കുകയാണ്, നിനക്കൊരു പെണ്ണ് സെറ്റ് ആകുന്നുണ്ടല്ലേ, നിനക്ക് ആരോട് ക്രഷ് ആകുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചതും ഇവൻ വീണ്ടും ഞെട്ടി. ഇവൻ്റെ ഈ ഒരു ഞെട്ടോലോട് കൂടിയിട്ട് അവൾ എല്ലാ ആൻസറും കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് പറയും, നീ ഇപ്പോൾ ഈ പറയുന്ന ഈ ഒരു പെൺകുട്ടി ഒന്നുകിൽ ആ ഒരു ക്ലബിലുള്ള മെമ്പറായിരിക്കാം, അല്ലെങ്കിൽ നിൻ്റെ സ്റ്റുഡൻറ്റ് കൗൺസില്, എന്തായാലും അവളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് നീ ഇത് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നു. എന്നിട്ട് ഇവൻ്റെ പഴയ കുറേ കാര്യങ്ങൾ, അതായത് ഇവൻ്റെ പേഴ്സണൽ കാര്യത്തിൻ്റെ ആവശ്യത്തിനും വേണ്ടിയിട്ട് ഇവളെങ്ങനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന പഴയ ഓരോ കാര്യങ്ങളും അതും ഇതുമായിട്ട് നല്ല സാമ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനെ കളിയാക്കുന്നുമുണ്ട്. ഏതായാലും ആ ഒരു സിസ്റ്റർ അത് തരാൻ പറ്റില്ല എന്ന് പറയുന്നു. കാരണം അവളുടെ കമ്പനിയും ബ്ലാക്കും തമ്മിൽ ഓൾറെഡി പല എഗ്രിമെൻറ്റും ഉണ്ട്. അപ്പോൾ ഇവൾ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷനെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന അങ്ങനെ ഒരു ചിട്ടയായ ജീവിതം നയിക്കുന്ന ഒരാളാണ്. അപ്പോൾ മറ്റൊരാളുമായിട്ടുണ്ടാക്കിയ കരാറ് ഒരിക്കലും ലംഘിക്കാൻ അവൾ തയ്യാറല്ല. എന്നിട്ട് അത് തരാൻ പറ്റില്ല എന്നും പറയുന്നു. അതോടുകൂടി ഇവൻ്റെ ആ ഒരു പ്രതീക്ഷയെല്ലാം പോയി. എന്നിട്ട് ഇവനോട് തിരിച്ചു പോകാനൊക്കെ പറയുന്നു. ആ ഒരു സമയത്താണ് ഇവളുടെ PA വരുന്നത്. അതായത് ഇപ്പോൾ ഇവൾക്കൊരു മീറ്റിംഗ് നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈമായി റെഡിയാകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു റിമൈൻഡർ. അങ്ങനെ അവൻ ആ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് റെഡിയാകുന്ന ആ ഒരു സമയത്താണ് ഇവളുടെ ടേബിളിൽ എന്തൊക്കെയോ ഒരുപാട് ഫയലും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കാണുന്നത്. അപ്പോൾ തന്നെ PAനോട് അവളുടെ ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നു. അതിൽ ആ ഒരു PA നേരെ അത് ക്ലീൻ ചെയ്യുന്ന ആ ഒരു സമയത്താണ് അവിടെ ഒരു ഫയൽ. അത് കണ്ടപ്പോഴാണ് ഇവിടെ ഓർമ്മയായത്. പണ്ട് ഈ ഒരു സിസ്റ്ററിനെ കാണാൻ വേണ്ടി വന്ന ആ ഒരു സമയത്ത് ഈ ഒരു ഫയലിലാണല്ലോ അന്നത്തെ സീസൺ 3 ഇവൾ ഇട്ടിരുന്നത്. അതായത് ഇവൻ വിചാരിച്ചിരിക്കുന്നത് ശരിക്കും സീസൺ 3ൻ്റെ ഭാഗമാണെന്നാണ്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചെങ്ങ് അത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്ററിനെ ദേഷ്യം പിടിച്ചിട്ട് പിന്നെ എയുടെ ഹെൽപ്പോട് കൂടിയിട്ട് അവർ സ്വന്തം ക്രിയേറ്റ് ചെയ്ത ആ ഒരു സീസൺ 3 ആണ്. പിന്നെ ചെങ്ങും ഇവളുമായിട്ട് അത് ചൊല്ലി വഴക്കുണ്ടാവുകയും ഏതായാലും അവൾ ഇപ്പോൾ അത് പബ്ലിഷ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി ഈ ഒരു ഫയൽ പിന്നെ അത് വേസ്റ്റാണ്. അപ്പോൾ അത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു PAനോട് ഇവൾ പറഞ്ഞു പോയത്. എന്നാൽ PA അതും കൊണ്ട് പോകുമ്പോൾ പെട്ടെന്നൊരു ഐഡിയ, അവന് വേസ്റ്റിലോട്ട് ഇട്ടോളാം എന്ന് പറഞ്ഞിട്ട് അത് മേടിക്കുകയാണ്. എന്നാൽ ഇവിടെ ആ ഒരു ചീഫ് എഡിറ്ററിൻ്റെ ബ്രദർ പറഞ്ഞതല്ലേ, അപ്പോൾ അത്രയും സെക്യൂർ ആയിരിക്കും, സേഫ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഒരു PA ഇവൻക്ക് അത് കൊടുക്കുകയാണ്. അങ്ങനെ ഇവൻക്ക് താൽക്കാലം ഇവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അവൻ ആ ഒരു സന്തോഷത്തോട് കൂടിയിട്ട് സമാധാനത്തോട് കൂടിയിട്ട് ആ ഒരു ഫയൽ ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നു. അങ്ങനെ ആ ഒരു രംഗവും കാണിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ബാക്കി എന്തൊക്കെയായെന്ന് കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.